എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മതബോധന പഠനക്കളരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2573 ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ പിതാവായ യാക്കോബിന് നൽകിയ വാഗ്ദാനം ദൈവം നൽകിയിരിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ മുൻകൈയെടുക്കൽ കാണാം. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ പിതാവായ യാക്കോബിന് നൽകിയ വാഗ്ദാനം ദൈവം നവീകരിക്കുന്നു. അതാണ് ഉൽപ്പത്തി 28:10 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. സ്വന്തം സഹോദരനായ ഏസാവിനെ നേരിടുന്നതിന് മുൻപ് യാക്കോബ് പേര് വെളിപ്പെടുത്താൻ കൂട്ടാക്കാത്ത ഒരു നിഗൂഢ വ്യക്തിയുമായി രാത്രി മുഴുവനും മൽപ്പിടുത്തം നടത്തുന്നു. മൽപ്പിടുത്തം അത് രാവിലെ വിട്ടുപിരിയുന്നതിന് മുൻപ് അദ്ദേഹം അവനെ അനുഗ്രഹിക്കുന്നുമുണ്ട്. ഈ വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭയുടെ ആധ്യാത്മിക പാരമ്പര്യം വിശ്വാസത്തിൻ്റെ പോരാട്ടത്തെയും അശാന്ത പരിശ്രമത്തിൻ്റെയും വിജയത്തെയും പ്രാർത്ഥനയുടെ പ്രതീകമായി നിലനിർത്തുന്നു. പ്രാർത്ഥന എന്നതൊരു പോരാട്ടമാണെന്നും ഈ ഒരു സംഭവത്തിൽ നിന്നും ഈ സംഭവം അങ്ങനെ പ്രാർത്ഥനയാകുന്ന ഒരു പോരാട്ടം ദൈവവും മനുഷ്യനുമായിട്ട് തന്നെ ദൈവം തന്നെ യാക്കോബിൻ്റെ അടുത്ത് വന്നു. അന്നു മുതലാണ് യാക്കോബിനോട് പറഞ്ഞ, ഇനി മുതൽ നിന്റെ പേര് യാക്കോബ് എന്നല്ല, നീ ഇസ്രായേലാണ്. കാരണം നീ പോരാട്ടത്തിൽ ജയിച്ചിരിക്കുന്നു. നീ മനുഷ്യനുമായും ദൈവവുമായും പോരാടി ജയിച്ചിരിക്കുന്നു. നീ ഇസ്രായേലാണ്. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യം വിശദീകരിക്കാൻ ഉണ്ട്. അപ്പോൾ വിശ്വാസത്തിൻ്റെ പോരാട്ടം, ഈ പോരാട്ടം എന്ന് പറയുമ്പോൾ പോരാട്ടം, അമ്പും വില്ലും ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നതിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഷയാണ്. അതെന്ന് മനസ്സിലാക്കണം. വിശ്വാസത്തിൻ്റെ ഭാഷ. സഭയുടെ ആധ്യാത്മിക പാരമ്പര്യം വിശ്വാസത്തിൻ്റെ പോരാട്ടത്തെയും ആശ്രാന്ത പരിശ്രമത്തിൻ്റെയും വിശ്വാസം വളർത്താൻ വേണ്ടി പ്രാർത്ഥനയാവുന്ന ഈ പോരാട്ടത്തിൽ നമ്മൾ വളരണം. കണ്ടോ, രാത്രി മുഴുവനും, അതാണ് രാവും പകലും പ്രാർത്ഥിക്കുക എന്നെല്ലാം പറഞ്ഞു. ഇനി 162-ാം ഖണ്ഡിക നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും അത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഖണ്ഡികയാണ് 162. വിശ്വാസത്തിൻ്റെ ആ പോരാട്ടത്തിൽ 5 കാര്യങ്ങൾ അതിൽ ഓർക്കുന്നുണ്ടോ? നമ്മളന്ന് പഠിച്ചപ്പോൾ 162 പഠിച്ചതാണ്. 1-2 ദിവസം എടുത്ത് പഠിച്ചതാണത്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം. വിശ്വാസത്തിലുള്ള നിലനിൽപ്പ്. ദൈവം 162 ദൈവം മനുഷ്യന് നൽകുന്ന സൗജന്യമായൊരു ദാനമാണ് വിശ്വാസം. അമൂല്യമായ ഈ ദൈവദാനം നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിനെ ഉദ്ബോധിപ്പിക്കുന്നു, വിശ്വാസത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ നന്നായി പൊരുതുക. മനസ്സാക്ഷിയുടെ സ്വരം നിരസിച്ചതിനാൽ ചിലരുടെ വിശ്വാസ നൗക തകർന്നു പോയിട്ടുണ്ട്. വിശ്വാസത്തിൽ ജീവിക്കുവാനും വളരുവാനും അന്ത്യം വരെ ഉറച്ചു നിൽക്കുവാനും, കണ്ടോ, വിശ്വാസത്തിൽ ജീവിക്കുവാനും വളരുവാനും അന്ത്യം വരെ ഉറച്ചു നിൽക്കാനും 3 കാര്യങ്ങൾ. എല്ലാ തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളെയും ദൈവം തന്നെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. യാക്കോബിനോട് മൽപ്പിടുത്തം നടത്താൻ വന്നത് ദൈവം തന്നെയല്ലേ? നമുക്കെതിരെ ആരെങ്കിലും ഉണ്ടായാലല്ലേ ഓട്ടത്തിന് വീര്യമുള്ളൂ. അതുകൊണ്ടാണ് അതാ വചനം വരുന്നു
മത്തായി 12:36. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ. എന്തിനാണത്? ആ കുടുംബത്തിൽ തന്നെ നമ്മൾ പയറ്റി തെളിയണം. അവിടെ ആധ്യാത്മിക യുദ്ധത്തിന് വേണ്ടിയിട്ടാണ്, ഒരു ആധ്യാത്മിക പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരൻ പറഞ്ഞു, ബ്രദറെ ദുഷ്ടനെ എതിർക്കരുതെന്ന് പറഞ്ഞു. അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഭാര്യ രാവിലെ എഴുന്നേറ്റുകൊണ്ട് യോഗ ഇട്ടുകൊണ്ട് അത് വെച്ചുകൊണ്ടൊക്കെ എനിക്കത് കണ്ടിട്ട് അങ്ങ് ഭയങ്കര പ്രയാസമായി. എൻ്റെ സാധാരണ സ്വഭാവം അനുസരിച്ച് ഞാൻ ഉടനെ പറഞ്ഞതിന് അത് ഓഫ് ചെയ്യടി, ഞാൻ അങ്ങനെ സ്വീകരിച്ചു. പക്ഷെ ഞാൻ മിണ്ടിയില്ല, ഞാൻ പ്രാർത്ഥിച്ചു. ദുഷ്ടനെ എതിർക്കരുത്. കണ്ടോ, ഇതാണ് പോരാട്ടത്തിൻ്റെ ഒരു ആധ്യാത്മികത. എന്തിനു പറയണ ബ്രദറെ, 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ പിന്നെ അത് കാണുന്നില്ല. പ്രൈസ് ദ ലോർഡ്. അതാണ് പ്രാർത്ഥനയാണ് പോരാട്ടത്തിൻ്റെ. പ്രാർത്ഥനയിലൂടെ എങ്ങനെ പോരാടണം നമ്മൾ ഇനിയും പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ മക്കൾ വിശ്വാസത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുസൃതി കാണിക്കുമ്പോൾ അവരെന്തെങ്കിലും ദൂഷ്യം കാണിക്കും, ഉടനെ അവർക്ക് 2 വഴക്ക് പറയാൻ, ചൂറിലെടുത്ത് 2 അടി കൊടുക്കാൻ എളുപ്പം കഴിച്ചു. പക്ഷെ അതല്ല വിജയം. അങ്ങനെയൊക്കെ ചെയ്തോളൂ. ചെയ്തിട്ട് എന്ത് പ്രയോജനമുണ്ടായി? അങ്ങനെ നല്ല അടിച്ച് വളർത്തിയിട്ട് പ്രയോജനം ഉണ്ടായോ? പക്ഷെ പോരാട്ടം ആധ്യാത്മിക പോരാട്ടമാണ് നമ്മുടേത്. ഒരു വിശ്വാസി പോരാടേണ്ടത് അവൻ്റെ ആയുധങ്ങൾ ജഡികമല്ല, അവൻ്റെ ആയുധങ്ങൾ പരിശുദ്ധാത്മാവാണ്, വിശ്വാസമാണ്. അവൻ്റെ ആയുധം മനുഷ്യൻ്റെ വായിലെ നാക്കല്ല, മിണ്ടാതെ ഇരുന്ന് പ്രാർത്ഥിക്കണതാണ്. അങ്ങനെ ഒരു പോരാട്ടമുണ്ട്. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല, എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം. ലോകത്തിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കുന്ന സ്ഥലത്തുനിന്ന് വേറെ ദൂരത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയല്ല. ലോകം എന്ന് പറയുന്നത് ലോകം, പിശാച്, ജഡം. ഇത് 3 നമ്മളുടെ പ്രധാന പോരാട്ടത്തിനെതിരായിട്ടുള്ള ശക്തികൾ. നമ്മളുടെ 3 എതിരാളികൾ എന്താണ്? ലോകം, പിശാച്, ജഡം. ഇതിനെതിരായിട്ടാണ് നമ്മുടെ യുദ്ധം മുഴുവനും. ആ യുദ്ധത്തിൽ വിശ്വാസവും പ്രാർത്ഥനയിലൂടെ എങ്ങനെ വിജയിക്കാൻ പറ്റുന്നത് ഇവിടെ പറയണത് കേൾക്കാം. 162 വിശ്വാസം നൽകുക. വിശ്വാസത്തിൽ ജീവിക്കുവാനും വളരുവാനും അന്ത്യം വരെ ഉറച്ചു നിൽക്കാനും 5 കാര്യങ്ങളാണ്. ദൈവവചനം കൊണ്ട് നാം അതിനെ പരിപോഷിപ്പിക്കണം. കണ്ടോ, അതാണ് ഒന്നത്തേത്. ദൈവവചനം കൊണ്ട് നാം അതിനെ പരിപോഷിപ്പിക്കണം. ഇത് പറയുമ്പോഴൊക്കെ ഞാൻ പറയണത് ഞാൻ പോരാടുകയാണ്. ദൈവവചനം കൊണ്ട് പരിപോഷിക്കണമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുള്ള കുറേ വചനം പറയാമല്ല. ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മുഖത്ത് നിന്ന് കേട്ട വചനം നമ്മൾ പഠിക്കണം. ക്രിസ്തുവിൻ്റെ അധരത്തിൽ നിന്ന് വചനം. അതാണ് വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി എന്തിനെക്കുറിച്ചാണ്? ആ വചനം എന്ന് പറഞ്ഞ്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നാണ്. വിശ്വാസം കേൾവിയിൽ നിന്നും. റോമർ 10:17. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്ന്. കണ്ടോ, ഇതെല്ലാവരും നേരിട്ട് പറഞ്ഞ്, വിശ്വാസം കേൾവിയിൽ നിന്നും. കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നാണ്. എന്തെങ്കിലും കേട്ടാൽ പോരാ, ക്രിസ്തുവിനെ പറ്റിയും ക്രിസ്തു തന്നെ പറഞ്ഞതുമായ വചനം കേൾക്കണം. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി
ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിലാണ്. ഇതെനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വചനമാണ് എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ജീവിതത്തെ വളർത്തിയ, എൻ്റെ വിശ്വാസത്തെ കുതിപ്പിച്ച വലിയൊരു കാര്യം. 30 വർഷം മുമ്പ് ഞാൻ ഹിന്ദി ബൈബിളിലാണ് ഇതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായത്. എനിക്ക് മലയാളത്തിൽ ഇത് ഇപ്പോഴും ശരിക്കും മനസ്സിലാവുന്നില്ല. ഹിന്ദിയിൽ എന്താണെന്നറിയോ? ഹിന്ദിയിൽ പറയുന്നത് सुनने से विश्वास उत्पन्न होता है, सुनना चाहिए ख्रिस्त वचन. सुनने से विश्वास उत्पन्न होता है. നോക്കിയേ, വിശ്വാസം കേൾവിയിൽ നിന്ന് എന്ന് പറയണതിൻ്റെ സ്ഥാനത്ത് ഹിന്ദിയിൽ പറയുന്നത് സുന്നേ സേ വിശ്വാസ് ഉത്പന്ന ഹോത്താ ഹൈ. വിശ്വാസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മലയാളത്തിലും തന്നെ മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസ് ഉത്പന്ന ഹോത്താ ഹൈ. എന്തിനു പറയണു? ഞാനൊരു ചെറിയ ടേപ്പ് റെക്കോർഡർ മേടിച്ച്, അപ്പം അന്നത്തെ കാലത്ത് വചനത്തിൻ്റെ ഒരു കാസറ്റ് കിട്ടാനില്ല. ഞാൻ എന്ത് ചെയ്തു? ഞാൻ തന്നെ വചനം കാസറ്റ് ഉണ്ടാക്കി, വചനം അതിൽ തന്നെ റെക്കോർഡ് ചെയ്ത് കാസറ്റ് ഉണ്ടാക്കി ദിനരാത്രം അത് കേട്ടുകൊണ്ടിരുന്നു. ഒരിക്കൽ ഞാൻ ബസ്സിൽ പോകുമ്പോൾ ഈ ഒരു ഇയർഫോൺ ഇങ്ങനെ കുത്തിയിരിക്കുകയാണല്ലോ. സംഭവം തന്നെ ഇത്രയും വർഷമായിട്ടും തന്നെ ഇങ്ങനെ ഒരു ഇയർഫോൺ കുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം കുത്തിയിട്ടുള്ളൂ, കാരണം ബാക്കിയുള്ള ലോകത്തിൻ്റെ കാര്യം കേൾക്കണമല്ലോ. അപ്പോൾ ഈ കണ്ടക്ടർ വിചാരിച്ച് ഇദ്ദേഹത്തിന് ചെവി കേൾക്കാൻ പാടില്ല എന്ന് വിചാരിച്ചു. അതുകൊണ്ട് എന്നോട് പറയാണ്, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോ, മനസ്സിലായിട്ടുണ്ടോ? ശരിക്ക് വേണ്ടി. അപ്പോൾ എല്ലാവരും വിചാരിച്ച് ഇയാൾക്ക് എന്താ സുഖമുണ്ട്, കേൾക്കാൻ കുറവുണ്ട്, അപ്പം കേൾവി കുറവുണ്ടെന്ന് വിചാരിച്ചു. എന്തോ ഒരു കാലഘട്ടമാണ് ഞാൻ ഈ ഇയർഫോണും വെച്ച് ഈ വചനം ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തതും പിന്നീട് റെക്കോർഡിങ്സ് എല്ലാം കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് കാസറ്റ് മിനിസ്ട്രി ഉണ്ടാക്കിയത്. കാസറ്റ് മിനിസ്ട്രി നമ്മൾ ധ്യാനിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ കർത്താവ് പറഞ്ഞു, ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കൂ. സുന്നേ സേ വിശ്വാസ് ഉത്പന്ന ഹോത്താ ഹൈ. നോക്കിക്കോ, ട്രക്ക് കണക്കിന് കാസറ്റുകളാണ് നമ്മൾ ഓരോ ധ്യാനത്തിലും കൊണ്ടുവന്ന് കൊടുത്തത്. ഹല്ലേലൂയ. അതിൻ്റെ എല്ലാം കാരണം സുന്നേ സേ. അപ്പോൾ എന്ത് കേൾക്കണമെന്നുള്ളതാണ് വിഷയം. എന്തെങ്കിലും കേട്ടത് കൊണ്ട് കാര്യമില്ല, ക്രിസ്തുവചനം കേൾക്കണം. സുന്നേ സേ വിശ്വാസ് ഉത്പന്ന ഹോത്താ ഹേ, സുന്ന ചാഹിയേ ക്രിസ്തുവചൻ. യേശുവിനെ കുറിച്ചുള്ള പ്രഘോഷണം കേൾക്കണം. അവിടെയാണ് ഇനിയും നമ്മൾ വളരേണ്ടത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഓഡിയോ ബൈബിളെല്ലാം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ആത്മരക്ഷ ആപ്പിൽ നമ്മുടെ തന്നെ ഓഡിയോ അത് കഴിഞ്ഞിട്ടാണ് ഈ മലയാളം ബൈബിൾ ഓഡിയോ ആക്കിയത്. അപ്പോൾ ഈ ഓഡിയോ ബൈബിളിൽ ഏറ്റവും പ്രധാനം ക്രിസ്തു വചനം ശ്രവിക്കുക, ക്രിസ്തുവിൻ്റെ വചനം. അത് നിങ്ങളെ വിശ്വാസത്തിൽ വർദ്ധിപ്പിക്കും. അപ്പോൾ ഞാൻ അതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എത്ര പറഞ്ഞിട്ടും നമുക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കുറേ ആളുകൾക്ക്. അതെന്താ വിശ്വാസം? ബൈബിളിൽ എഴുതിയേക്കണ മുഴുവൻ ദൈവവചനമല്ലേ? ബൈബിളിൽ എഴുതിയേക്കണ മുഴുവൻ ദൈവവചനമല്ലേ? ദൈവവചനമാണ്. പക്ഷേ പഴയ നിയമം ദൈവം പ്രവാചകരിലൂടെ സംസാരിച്ചതും പുതിയ നിയമം ദൈവം നമ്മളെപ്പോലെയുള്ള മനുഷ്യനായി വന്ന് നേരിട്ട് നമ്മളോട് സംസാരിച്ചത്. അതുകൊണ്ടാണ് ഒരുപാട് സ്ഥലത്ത് ഈശോ പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അയൽക്കാരനെ സ്നേഹിക്കണം, ശത്രുക്കളെ വെറുക്കണം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കണം. കണ്ടോ വ്യത്യാസം? നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പഴയ നിയമം, അയൽക്കാരനെ സ്നേഹിക്കണം, ശത്രുക്കളെ വെറുക്കണം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കണം. അപ്പോൾ ഇപ്പോഴും നമ്മൾ ആ പഴയ നിയമത്തിൽ കിടക്കുമ്പോൾ നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ അകത്ത് കിടക്കണത് ആ സോഫ്റ്റ്വെയറാണ്. അയൽക്കാരനെ സ്നേഹിക്കണം, ശത്രുക്കളെ വെറുക്കണം. ദൈവവചനമല്ലേ അത്? അതും ദൈവവചനമാണ്. പക്ഷെ വ്യത്യാസം എന്താ? ഈശോ മലയിലെ പ്രസംഗത്തിൽ ആദ്യം നമ്മളെ പഠിപ്പിച്ചത് ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസമാണ്.
അതാണ് മത്തായി 5 പറയുന്നത്. മത്തായി 5 മലയിലെ പ്രസംഗത്തിൽ സുവിശേഷ ഭാഗ്യങ്ങൾ കഴിഞ്ഞിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയാണ്. വ്യഭിചാരം ചെയ്യരുത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. കോപിക്കരുത്, കൊലപാതകം ചെയ്യരുത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പഴയ നിയമം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനെ കോപിക്കുന്നവനും കൊലപാതകം ചെയ്തു കഴിഞ്ഞു. കണ്ടോ വ്യത്യാസം? കണ്ടോ? ക്ലിയറായില്ലേ? വ്യത്യാസം ക്ലിയറായോ ഇല്ലയോ? ഇപ്പം ഏത് നിയമമാണ് നമ്മൾ പാലിക്കേണ്ടത്? അതാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾക്ക് കോപിക്കുന്നതും നമ്മൾക്ക് ആ കോപം നമ്മളെ വിട്ടു പോകാത്തതിൻ്റെ എല്ലാം കാരണം നമ്മളുടെ അകത്ത് അങ്ങനെ ഒരു സെറ്റപ്പാണ് കിടക്കണേ. ഒരിക്കലൊരു അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ സെമിനാരിയിലെ ഒരു സ്പിരിച്വൽ ഡയറക്ടറുണ്ട്, അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചയും ഉപവസിക്കും. അന്നത്തെ ദിവസം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തേ പോകില്ല, കാരണം ഭയങ്കര കോപമായിരിക്കും. ഇത് ഞാനിപ്പോൾ ആ ഉദാഹരണം പറഞ്ഞത് അച്ഛന്മാരെയായിട്ടും വിഷമിപ്പിക്കാനല്ല. നമ്മളുടെ ഇപ്പം അങ്ങനെ ഒരു സ്പിരിച്വൽ ഡയറക്ടറായ അച്ഛൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇതാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊക്കെ ഒന്ന് കോപിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ലാത്ത അവസ്ഥ. കാരണം നമ്മുടെ സെറ്റിംഗ് ഇപ്പോഴും ആ പഴയ നിയമത്തിൽ കിടക്കുകയാണ്. ഓക്കെ, അത് പറഞ്ഞാൽ ഞാൻ കൂടുതൽ വാചാലനായി പോകും, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മൾ ഇപ്പോൾ ആരുടെ ശിഷ്യനാണ്? നമ്മൾ പഴയ നിയമത്തിൻ്റെ ശിഷ്യനാണോ പുതിയ നിയമത്തിൻ്റെ ശിഷ്യനാണോ? അവിടെയാണ് നമ്മൾ നേടേണ്ടത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ പോരാട്ടത്തിൽ കർത്താവ് ഈശോ മിശിഹായാണ് നമ്മളെ സഹായിക്കണത്. ഈശോ മിശിഹായും പരിശുദ്ധാത്മാവും നമ്മുടെ കൂടെയുണ്ട്. ഞാൻ 2 സഹായകരാണ് നമ്മുടെ കൂടെ ഉള്ളത്, 2 സഹായകർ. ഇത് കണ്ടു. അപ്പോൾ അവിടെ പോയി ആ പേജ് 162 5 കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് ഓർക്കുകയാണ്. നമ്മുടെ വിശ്വാസം വളരണമെങ്കിൽ ദൈവവചനം കൊണ്ട് നാം അതിനെ പരിപോഷിപ്പിക്കണം. ഇപ്പോൾ കൃത്യമായിട്ട് കുറച്ച് പേര് നിങ്ങളിങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ. യോഹന്നാൻ്റെ സുവിശേഷം, മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, ഈ 4 സുവിശേഷങ്ങളിലെയും ഈശോ പറഞ്ഞ വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14, 15, 16, 17 ഈ 4 അധ്യായങ്ങൾ എടുക്കൂ. അത് മിക്കവാറും മുഴുവനും ഈശോ ഒരു വൈകുന്നേരത്ത് പറഞ്ഞ വാക്കുകളാണത്. അത് കൂടുതൽ കേൾക്കൂ, കേട്ടിട്ട് അത് ഹൃദയത്തിൽ അങ്ങ് സംഗ്രഹിക്കൂ. ഈശോ പറഞ്ഞ 7 ഐ ആം സെയിംസ്, അതിൻ്റെ ഒരു ഫ്ലയർ ഞാൻ ഉണ്ടാക്കി. അത് കിട്ടാത്തവർക്ക് നിങ്ങൾ ചോദിക്കാൻ അയച്ചു തരാലേ നിങ്ങൾക്ക് അതിന് ഉണ്ടാക്കാവുന്നുള്ളൂ. 7 ഐ ആം സെയിംസ്. ആ 7 ഞാനാകുന്നു പുനരുത്ഥാനം. ആലോചിച്ചു, അന്ത്യദിനത്തിൽ പുനരുത്ഥാനത്തിൽ അവൻ ഉയർക്കും. ലാസറിൻ്റെ പെങ്ങന്മാർ പറയാണ്, ഈശോ പറയാണ്, ഞാനാകുന്നു പുനരുത്ഥാനം. ഷോക്കടിച്ചു പോലെയായില്ലേ? അന്ത്യദിനത്തിൽ പുനരുത്ഥാനം നൽകുന്നത് നമ്മുടെ ഈശോ ആണെന്ന്. നടന്നു പോണു. മറ്റുള്ളവർ നോക്കുമ്പോൾ ആശാരി ചെറുക്കൻ, നസ്രത്തിലെ ആ ജോസഫിൻ്റെ മകൻ. പക്ഷേ അന്തരാർത്ഥത്തിൽ ആരാണത്? പുനരുത്ഥാനവും ജീവനും. എന്തൊരു വലിയ വിസ്മയമാണ്. അതാണ് ആ ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശം. വെറും വചനമാണ് ആ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈശോ തന്നെ വേറെവിടെയും പറയുന്നില്ല, ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി പറയുന്നു. പഴയ നിയമത്തിലെല്ലാം പറയുന്നത് the Lord says the Lord, കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകർ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ, പുതിയ നിയമത്തിൽ ആ കർത്താവ് നമ്മളെപ്പോലെ ഒരു മനുഷ്യനായി വന്നുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാണ്, ഞാൻ പറയുന്നു. വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ഇങ്ങനെ വർദ്ധിക്കുള്ളൂ. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു കാറ്റക്കിസിസ് മതബോധനം ഇന്ന് എന്ന ആ
പ്രബോധനം, സഭയുടെ പ്രബോധനം നിങ്ങൾ വായിക്കണം. അതിൽ ആദ്യത്തെ ആ ചാപ്റ്ററിൽ പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതത്വം, ക്രിസ്റ്റോ സെൻട്രിസിറ്റി. എന്നിട്ട് മുഴുവനും പറയണത് ക്രിസ്ത്യാനിയുടെ ഒരു മതബോധനം എങ്ങനെ ആയിരിക്കണം എന്നതാണ് ക്രിസ്തു കേന്ദ്രീകൃതത്വം. മനസ്സിലായിട്ടുണ്ടോ? ഈശോ വന്നിട്ട് ഇതുകൊണ്ടാ ശതാധിപൻ ഈശോൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, എൻ്റെ ഭൃത്യൻ സുഖമില്ലാതെ മരിക്കാൻ പോവുകയാണ്. ഈശോ ഉടനെ എഴുന്നേറ്റിട്ട് ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് അവനെ സുഖപ്പെടുത്താം. എല്ലാവരും ആകെ പകച്ചിന്തൻ, ഈ ശതാധിപൻ അവനൊരു പാഗൻ, അവനൊരു വിജാതിയൻ്റെ വീട്ടിൽ യേശു പോകുന്നോ? കണ്ടോ, യേശു അവരുടെ എല്ലാ ആചാരങ്ങളെ ഉടയ്ക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ വിജാതിയൻ പറയാണ്, വേണ്ട കർത്താവേ, അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഒന്ന് പറഞ്ഞു കേട്ടോ. ഈ വിജാതിയൻ പറയാണ്, അങ്ങ് ഇവിടെ നിന്ന് ഒരു വചനം പറഞ്ഞാൽ മതി, അവിടെ എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഹല്ലേലൂയ. ഈ വിശ്വാസം ഇന്ന് ക്രിസ്ത്യാനികൾക്കുണ്ടോ? ഒരു വിജാതിയൻ പറയാണ്, അങ്ങ് ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അങ്ങകലെ എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. നമ്മൾ 1000 പ്രാവശ്യം എഴുത്, ഇത്ര പ്രാവശ്യം പറയി, 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ല്. 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലിയ വിശ്വാസം വർദ്ധിക്കോ? ഒരു പ്രാവശ്യം വിശ്വസിച്ചാൽ മതി. നമ്മൾ എവിടെയാ? നമ്മൾ ആരുടെ ശിഷ്യനാ? ഹല്ലേലൂയ. കണ്ടോ, നമ്മൾ പിടിച്ചും ഇതെല്ലാം നമ്മളുടെ പോരാട്ടത്തിൻ്റെ കാര്യമാണ്. നമ്മളിവിടെ വളരാനുണ്ട്. നമ്മൾ ഇങ്ങനെ എഴുതി നരയിക്കും. വിശ്വാസം ഉണ്ടാവില്ല. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ അതിന് ആത്മീയമായ ഒരു യുദ്ധമാണ്. നമ്മളുടെ ഭൗതികമായി 1000 പ്രാവശ്യം എഴുതിയാൽ വിശ്വാസം ഉണ്ടാവില്ല. വിശ്വാസം ഒരു ദാനമാണ്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. മുട്ടുവിൻ, തുറക്കപ്പെടും. അത് നമ്മുടെ കൈ കൊണ്ടോ പേന കൊണ്ടോ ശക്തി കൊണ്ടോ കല്ല് വിരിച്ച് മുട്ടുകുത്തിയത് കൊണ്ടോ അല്ല, ഹൃദയത്തിൻ്റെ കാര്യമാണ്. ഹൃദയത്തിൽ വസിക്കുകയാണ് കർത്താവ്. ആ കർത്താവിനെ കണ്ടെത്തുന്നതിലൂടെയാണ്. ആ കർത്താവ് നമ്മളെ സഹായിക്കുകയാണ്. ഞാൻ നിന്നെ സഹായിക്കാം, എൻ്റെ അടുത്ത് വാ, എൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. കണ്ടോ, ആ ശതാധിപൻ്റെ പറഞ്ഞ വാക്കല്ലേ ഇന്ന് കത്തോലിക്ക സഭയുടെ 505 ലക്ഷം ബലിപീഠത്തിൽ നിന്നും എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് മുഴങ്ങുന്നത്. ഓ ലോർഡ്, ഐ ആം നോട്ട്, ഞാൻ അങ്ങയുടെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ആത്മാവ് സൗഖ്യം പ്രാപിക്കും. ആ വചനം സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയായി മാറിയ കണ്ടോ. ഈശോ അപ്പം തന്നെ പറഞ്ഞു, അവൻ്റെ വിശ്വാസം കണ്ടോ. നമ്മുടെ ഇസ്രായേലിൽ പോലും അതുപോലെ വിശ്വാസമില്ല. ഒരു വചനം പറഞ്ഞാൽ മതി. ഇതാ പറഞ്ഞത്, ഒരു വചനം. അങ്ങ് ഇവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവിടെ എൻ്റെ ഭൃത്യൻ സുഖപ്പെടുമെന്ന്. ഹല്ലേലൂയ. വിശ്വാസം, ദൈവവചനം കൊണ്ട് നാം അതിനെ പരിപോഷിപ്പിക്കണം. കണ്ടോ, വിശ്വാസം വളർത്തുന്നതിൻ്റെ ഫസ്റ്റ് പോയിന്റ് വിശ്വാസം. ദൈവവചനമാണ് വിത്ത്. നമ്മൾ ഇപ്പോൾ സങ്കീർത്തനത്തിൽ പഠിച്ചല്ലോ, നീർച്ചാലിനരികെ നട്ടു. എന്താ നട്ടത്? എന്താ നടുന്നത്? ക്ഷമിക്കണം, ഞാനങ്ങ് ഭയങ്കര ആനന്ദമായി പോയി. വിശ്വാസം നടണം എങ്ങനെയാ? വിത്ത് നടണം. എന്താ വിത്ത്? വചനമാണ്. ആരുടെ വചനം? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം, ഈശോ പറഞ്ഞ വചനം. നമ്മുടെ ആത്മാവിൽ വിതക്കാരൻ വിതച്ച വിത്ത് പോലെ നടുമ്പോൾ, അത് നല്ല നിലത്ത് നടുമ്പോൾ അത് വളരും. അപ്പോൾ ക്ഷമിക്കണം, ഞാൻ ഇത്രയും വാചാലനായി പോയതിൽ. ദൈവവചനം കൊണ്ട് നാം അതിനെ പരിപോഷിപ്പിക്കണം. അതാണ് പ്രധാനം. വിശ്വാസം വളരെ. അടുത്തത്, നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഈശോ
ട്രാൻസ്ഫിഗറേഷൻ, രൂപാന്തരീകരണ മലയിൽ താഴോട്ട് വരുമ്പോൾ ഒരാൾ വന്നിരിക്കുകയാണ്, കർത്താവേ എൻ്റെ മകന് രോഗമായിട്ട് ഞാൻ അങ്ങയുടെ ഭൃത്യന്മാരെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങേക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? പറ്റുമോ എന്നോ? വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. കണ്ടോ, മർക്കോസ് 9:23. ഇതൊക്കെ എൻ്റെ അകത്ത് വരണത് എങ്ങനെയാണ്? ഞാൻ വല്ലതും നോക്കി വായിക്കുകയാണോ? ഇതെൻ്റെ അകത്ത് നട്ടിരിക്കുന്നതാണ്, എൻ്റെ അകത്ത് നട്ടിരിക്കുന്നതാണ്. മർക്കോസ് 9:23. എന്നിട്ട് അപ്പോൾ അയാൾ പറയാണ്, അയ്യോ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തെ പരിഹരിക്കണേ. കണ്ടോ, എൻ്റെ അവിശ്വാസത്തെ ഇത് നമ്മുടെ വലിയൊരു പ്രാർത്ഥനയായിരിക്കണം. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, പക്ഷെ എനിക്ക് മുഴുവൻ വിശ്വാസം കിട്ടണില്ല. നീ തന്നെ തന്നാലേ എനിക്ക് കിട്ടുള്ളൂ. നീ തന്നെ എന്നെ സഹായിക്കണേ, അങ്ങ് തന്നെ എന്നെ സഹായിക്കണേ. മൂന്നാമത്തെ കാര്യം കർത്താവിൻ്റെ ആഗ്രഹം. 3, വിശ്വാസം സ്നേഹത്താൽ പ്രവർത്തന നിരതമാകണം. അതാണ് വിശ്വാസവും സ്നേഹവും തമ്മിലൊരു ബന്ധമുണ്ട്. വിശ്വാസമാണ് സ്നേഹത്തിൻ്റെ ആത്മാവെന്ന് മാർപ്പാപ്പ എപ്പോഴും പറയുന്നതാണ്. വിശ്വാസമുണ്ടെങ്കിൽ സ്നേഹമില്ലെങ്കിൽ ആ വിശ്വാസത്തിന് പ്രയോജനമില്ല, അല്ലെങ്കിൽ വളരില്ല. അതാണ് നിങ്ങൾ ജീവൻ തന്നെ, നിങ്ങൾ എന്തെല്ലാം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമല്ല. അപ്പോൾ ഈ സ്നേഹവും വിശ്വാസവും കൂടി ലയിക്കണം. ആ വിശ്വാസം സ്നേഹത്തിൽ പ്രവർത്തന നിരതമാകണം. ഗലാത്യ 5:9-6. ഇനി അടുത്തതോ, പ്രത്യാശയും നിലനിർത്തപ്പെടണം. അതാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. 3 തിയോളജിക്കൽ വെർച്യൂസ്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അബ്രാഹം, ഇസാക്ക്, യാക്കോബ്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട സഭയുടെ വിശ്വാസത്തിൽ രൂഢമൂലമാകണം. ഇപ്പോൾ നമുക്ക് ഈ ക്ലാസ് കേൾക്കുന്നതിലൂടെ അതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? നമ്മൾ സഭയുടെ ആധികാരിക പ്രബോധനത്തെ ഇതുപോലെ ഓരോ വാക്കുകളും എടുത്ത് കണ്ടു. ഇതിൻ്റെ ഓരോ വാക്കുകൾ ഞാനിവിടെ കുറിച്ച് വരച്ചിട്ടിരിക്കുകയാണ്. ഓരോന്നിൻ്റെയും അകത്ത് എന്തോരം കഴമ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ ഈ സഭ നമ്മൾ തന്നെയാണ്, ക്രിസ്തുവാണ്. നമ്മളാണ് സഭ, ക്രിസ്തുവാണ് സഭ. ആ സഭയുടെ പ്രബോധനത്തിൽ, സഭയുടെ വിശ്വാസത്തിൽ രൂഢമൂലമാകണം. സഭയുടെ വിശ്വാസത്തിൽ. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാന വെല്ലുവിളികളാണ്. നിങ്ങൾ അതിനുവേണ്ടിയുള്ള ഉപാധികൾ വാങ്ങണം. ഇതുണ്ടോ, 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഡോക്യുമെൻ്റ്, ഇത് വാങ്ങണം. അതുപോലെ തന്നെ ക്രിസ്തു ജീവിക്കുന്നു. അങ്ങനെ ഇതെല്ലാം ഇവിടെയുണ്ട്. എല്ലാ മാർപ്പാപ്പയുടെ എല്ലാ പ്രബോധനങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം നമ്മൾ മേടിക്കണം, എന്നിട്ടിരുന്ന് പഠിക്കണം. കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്കങ്ങ് തോന്നും, ദൈവമേ എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് തോന്നും. അതാണ് ഏറ്റവും വലിയ അറിവ്. ഇതെല്ലാം വായിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു, എൻ്റെ കർത്താവേ, ഇത്രയും വലിയ രഹസ്യങ്ങളാണോ ഈ കർത്താവ് നമുക്ക് സഭയിൽ നൽകുന്നത്? എന്നിട്ട് ഞാൻ ഈ കാലം അത്രയും ഇതൊന്നും മനസ്സിലാക്കിയില്ലല്ലോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ 25 വർഷത്തിലധികമായി ഈ പ്രബോധനങ്ങൾ മാത്രമാണ് ഞാൻ പഠിക്കുന്നതും പ്രഘോഷിക്കുന്നതും എന്ന് ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് എനിക്കിന്ന് ഭയങ്കര ആനന്ദമാണ് ഈ സഭയുടെ പ്രബോധനങ്ങൾ ഓരോന്നിലും പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ ഈശോയ്ക്ക് എന്തോ ഒരു സന്തോഷം അറിയോ എന്നോട് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ വിശ്വാസത്തിൻ്റെ പോരാട്ടമാണ് പ്രാർത്ഥന. ആ പോരാട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾക്ക് 5 കാര്യങ്ങൾ അന്നേ നമ്മൾ പഠിച്ചു. 5 കാര്യങ്ങൾ. വിശ്വാസം വളരാനും അന്ത്യം വരെ ഉറച്ചു നിൽക്കാനും ഉള്ള നിലനിൽപ്പ് ഉണ്ടാകണമെങ്കിൽ 5 കാര്യങ്ങൾ. 1, ദൈവവചനം, ക്രിസ്തുവിൻ്റെ വചനം തന്നെ പഠിക്കണം. നമ്മൾ എഴുതി പഠിക്കണം, അല്ലെങ്കിൽ വായിച്ച് പഠിക്കണം, കേൾക്കണം. ക്രിസ്തു പറഞ്ഞ വചനം, അതിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിട്ട് പഠിക്കണം. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. പഴയ നിയമം പഠിക്കുമ്പോഴും അതിൽ ക്രിസ്തുവിനെ കാണണം. ക്രിസ്തു അതിലുണ്ട്, ക്രിസ്തു തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. 2, വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കണം.
കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. 3, സ്നേഹത്തിൽ പ്രവർത്തന നിരതമാകണം. വിശ്വാസം അനുസരിച്ച് എന്തെങ്കിലും പ്രവൃത്തി ഓരോ ദിവസവും ചെയ്യണം. 4, പ്രത്യാശ ഉണ്ടായിരിക്കണം. പ്രത്യാശയില്ലാത്തവരെ പോലെ സംസാരിക്കണം. ദൈവം നാളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, നാളെ ഞാൻ നടത്തിത്തരും. അതാണ് പ്രത്യാശ ഉണ്ടാക്കണം. 5, സഭയുടെ വിശ്വാസത്തിൽ രൂഢമൂലമാകണം. ഈ 5 നിങ്ങൾ ഇന്ന് മുതൽ അങ്ങ് പ്രാക്ടീസ് ചെയ്യും. ഇന്ന് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യും. ഇന്ന് തന്നെ സഭയുടെ പ്രബോധനത്തിൽ ഏതെങ്കിലും ഒരു ഭാഗമെടുത്ത് നിങ്ങളൊന്ന് അല്പം വായിക്കൂ. ചുമ്മാ ഗൂഗിൾ ചെയ്താൽ മതി. ഏതെങ്കിലും ഫ്രറ്റേലെ തൂത്തി ഗൂഗിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അല്പം എടുത്ത് വായിക്കേ. അങ്ങനെ സഭയുടെ പ്രബോധനത്തിൽ നമ്മൾ രൂഢമൂലമാകണം. കണ്ടോ, ഇതിലും വലുത് എന്താ പറയുക? രൂഢമൂലമാകണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറവിടം സഭയുടെ പ്രബോധനമാകണം. നമ്മൾ അവിടെ ഇവിടെയും കേൾക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പം എന്നോട് പലരും ചോദിക്കുന്നത്, അവിടെ അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, സഭ എന്താ പറയണേന്ന് നോക്കും. അപ്പം പിന്നെ അദ്ദേഹം എന്താ അങ്ങനെ പറഞ്ഞത്? അതാണ് പ്രശ്നം ഇന്ന് ലോകത്തിൽ. സഭയുടെ പ്രബോധനം പഠിച്ചിട്ടും അതിനെ തിരസ്കരിച്ചുകൊണ്ട് അതിനെതിരായിട്ട് സംസാരിക്കുന്നവരെ കുറിച്ച് എന്ത് പറയാനാ? അജ്ഞത എന്നല്ലേ പറയാ അതിന്. അതുകൊണ്ടാണ് നമ്മളെ കർത്താവ് സഭയുടെ പ്രബോധനത്തിൽ വളർത്തുന്നത്. ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ തന്നെ നമ്മളോട് വിശ്വാസത്തിൽ തർക്കിക്കണത്? നമ്മൾ തന്നെ ഉള്ള വിശ്വാസത്തിൽ സഭയുടെ പ്രബോധനത്തിൽ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മക്കളെങ്ങനെയാണ് അതിനകത്തേക്ക് വരിക? അപ്പോൾ നമ്മുടെ മക്കളും പ്രബോധനത്തിൽ വരണം. അവരാരുടെ മക്കളാണ്? നമ്മുടെ മക്കളാണ്. അതേസമയം ദൈവത്തിൻ്റെ മക്കളാണ്. അതേസമയം സഭയുടെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. അവർ സഭയുടെ മക്കളാണ്. ഇത് മതി. വിശ്വാസം വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. 1 യോഹന്നാൻ 5:4. ലോകത്തിൻ്റെ മേലുള്ള വിജയം നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസം വിജയിക്കണം. ഇന്ന് കേട്ട 5 കാര്യങ്ങൾ നിങ്ങളങ്ങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നമ്മൾ പണ്ടേ പറഞ്ഞതാണ്, എന്നാൽ അത് ശരിക്കും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ആ പോരാട്ടത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പോരാടണമെങ്കിൽ നമ്മുടെ അകത്ത് അതിനുള്ള ആധ്യാത്മിക ശക്തി വേണം. അതുകൊണ്ടാണ് ഓരോ ദിവസവും ആ പോരാട്ടത്തിന് പറ്റിയ അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ തന്നെ തരും. അവിടെ നമ്മൾ എടുക്കണം. എന്ത് ആയുധം എടുക്കണം? ആത്മീയ ആയുധം എടുക്കണം, വിശ്വാസത്തിൻ്റെ ആയുധം എടുക്കണം, പ്രത്യാശയുടെ ആയുധം എടുക്കണം, വചനത്തിൻ്റെ ആയുധം എടുക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ആയുധം എടുക്കണം, നിശബ്ദതയുടെ ആയുധം എടുക്കണം. ആ ബഹളത്തിൻ്റെ ഇടയിലൊന്ന് നിശബ്ദമായി, കർത്താവെ കേട്ടല്ലോ, നീ അവനിലുണ്ടല്ലോ, നീ അവളിലുണ്ടല്ലോ, നീയല്ലേ അവരെ സൃഷ്ടിച്ചത്, നീയല്ലേ അവരെ വളർത്തിയത്, നീയല്ലേ അവർക്ക് സ്നാനസ്ഥാനം കൊടുത്തത്, നീയല്ലേ ശരീരലേപനം കൊടുത്തത്, നീയല്ലേ അപ്പമായിട്ട് അവളുടെ ഉള്ളിലേക്ക് വന്നിരിക്കണം. എന്നിട്ട് അവരെന്താ ഇങ്ങനെ പറയണേ? നീ തൻ്റെ കാര്യത്തിൽ ഇടപെടേ. ഞാനില്ല, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, എന്നെക്കാളും ശക്തി നിൻ്റേതാണ്. കർത്താവേ, നീ ചെയ്യും, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവനിൽ വ്യത്യാസം ഉണ്ടാകും. നീ ഒരു വാക്ക് പറയ്, നീ അവൻ്റെ ഹൃദയത്തിലൊന്ന് മന്ത്രിക്ക്. നീ എൻ്റെ ഹൃദയത്തിൽ ഇരുന്നിട്ട് എന്താ ചെയ്യുക? ഇതാണ് നമ്മുടെ പോരാട്ടത്തിൻ്റെ പുതിയ വഴി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുവിൻ, നമുക്ക് പോരാടണം. നമ്മൾ വിശ്വാസത്തിൽ പോരാടുന്നത് നമ്മുടെ ശബ്ദത്തിലൂടെയും നമ്മുടെ ഒച്ചയും ബഹളത്തിലൂടെയല്ല, വിശ്വാസത്തിലൂടെയാണ്, യേശുക്രിസ്തുവിലൂടെയാണ്, പരിശുദ്ധാത്മാവിലൂടെയാണ്, പരിശുദ്ധ അമ്മയിലൂടെയാണ്. സകല വിശുദ്ധന്മാർ നമുക്ക് കൂട്ടുണ്ട്. അവരെല്ലാം പോരാടിയ വഴികൾ നമുക്കറിയാം. ശലഹലബല ഹലബല ലബലബ ലബലബ. കൊച്ചു ത്രേസ്യയാണ് ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ മധ്യസ്ഥ. ഈ കൊച്ചു ത്രേസ്യ മടം വിട്ട് ഇറങ്ങിയിട്ടില്ല. എന്നാലോചിച്ച് നോക്കി. കൊച്ചു ത്രേസ്യ മൈക്കെടുത്ത് പറഞ്ഞിട്ടില്ല. ഈ കൊച്ചു ത്രേസ്യ ഒരു വീഡിയോ ഉണ്ടാക്കി ഇറക്കിയിട്ടില്ല. ഈ കൊച്ചു ത്രേസ്യ ഒരു സ്ഥലത്ത് ഒരു വാട്സപ്പോ ഫേസ്ബുക്കോ എഴുതിയിട്ടില്ല. മിണ്ടാതെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കണ്ടോ ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ മധ്യസ്ഥയാണ് ഈ കൊച്ചു ത്രേസ്യ. ലിസ്യുവിലെ ആ ഗ്രാമം വിട്ട് പുറത്തു പോകാത്ത കൊച്ചു ത്രേസ്യ നമ്മുടെ കേരളത്തിലെ ഓരോ ഭവനത്തിലുമുണ്ട്.
ആ കൊച്ചു ത്രേസ്യയുടെ ചെറുപുഷ്പ ലീഗും മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഇതാണ് ഓർഗനൈസേഷൻസ് എല്ലാം നമ്മൾ ഉണ്ടാക്കി. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ആ കൊച്ചു ത്രേസ്യ വേറെ എങ്ങും പോയിട്ടില്ല. ഷോയെ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. വായോ നമുക്ക് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.